അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഉപ്പാപ്പ 10 മക്കൾ തികഞ്ഞാൽ ഒരു മകനെ അള്ളാഹുവിന് വേണ്ടി അറുക്കുമെന്ന് നിയത്താക്കി. അങ്ങനെ കാലം കുറേ കഴിഞ്ഞ് അത് സ്വപ്നത്തിൽ കൂടി അറിയിച്ചു നേർച്ചക്കടം വീണമെന്ന്. അന്ന് ചോദിക്കൂ, അങ്ങനെ നേർച്ചയാകുമെന്ന്. അന്ന് ഫിഖുഹും നമ്മളെ ഇതും അദാഹിബുകളും ഒന്നും ഇല്ലാത്ത കാലാന്ന് ആദ്യം ഓർമ്മിച്ചപ്പോൾ എന്ത് നേർച്ചയാക്കാം എന്നും എന്ത് ആയിക്കൂടാന്നും അതിനൊക്കെ പരിമിതികളും അതിന് ലിമിറ്റുകളും വെച്ച് നേർച്ചയാണ് എന്തുകൊണ്ട് ഇൽത്തിസാമു മുക്കല്ലഫിൻ ഖുർബത്തൻ ലം തതഅയ്യൻ. ഒന്ന് ഇൽത്തിസാമ് വേണം. ഇൽത്തിസാമ് എന്ന് പറഞ്ഞാൽ വാക്കാൽ പറഞ്ഞാലേ നേർച്ചയുള്ളൂ, മനസ്സിൽ സങ്കല്പിച്ചോണ്ട് നേർച്ചയാകില്ല. മുക്കല്ലഫിൻ ഇയാൾ പ്രായപൂർത്തിയും ബുദ്ധിയുള്ള ആളായിരിക്കണം, മുക്കല്ലഫാണ്ടേ. പിന്നെ ഖുർബത്തൻ ഇയാൾക്ക് പറയപ്പെടുന്ന കാര്യം അള്ളാഹിൻ്റെ പ്രീതി കരസ്ഥമാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരമലായിരിക്കണം, ഒരു ഖുർബത്താവണം. അപ്പോൾ ഞാനിന്ന് 3 പത്തൽ ഒന്നാൻ വേണ്ടി നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ നേർച്ചയായും ജീവലെ വീടിയും വേണ്ട തിന്നിയും വേണ്ട, ഖുർബത്താകണ്ടേ അല്ലേ? ഉണ്ടങ്കന്മാർ നേർച്ചയാക്കൂ, കുഞ്ഞിനെയും കൂട്ടിയിട്ട് ഉള്ളടത്തേക്ക് പോകാൻ നേർച്ചയാക്കി ഇപ്പോൾ ഇനി നേർച്ച പെണ്ണ എന്നിട്ട് പടിക്ക് പുറത്തിറങ്ങണേ ഭർത്താവിൻ്റെ സമ്മതാദ്യം എടുത്തിട്ടാണ് ഉള്ളടത്ത് പോയിന്. അതിവിടെ ടൈമായിട്ടില്ല അല്ലേ? ആകും, പക്ഷേ അതിന് ഷർത്തോക്കണം, ബാക്കി ഷർത്തോക്കെ ഉണ്ടേ. ഏതല്ലോ അതെ, ഇനി ബാക്കി ഷർത്തക്കണം. അതായത് പെണ്ണുങ്ങന്മാർക്ക് സിയാറത്ത് സുന്നത്താകാനുള്ള ചില നിബന്ധനകളുണ്ട്, അത് ഒത്തുകൂടണം. തയ്യനാക്കണം, അത് ചെയ്യാന്ന് മലയാളത്തിൽ പറഞ്ഞാലും മതി. അതെല്ലാം തത്തായി എന്ന് പറഞ്ഞാൽ അയാൾക്ക് നേരത്തെ ബാധ്യതപ്പെട്ടതാകാനും പാടില്ല. അപ്പോൾ ഞാനിത് ളുഹർ നിസ്കരിക്കാൻ വേണ്ടി നേർച്ചാക്കി എന്ന് പറഞ്ഞാൽ അത് നേർച്ചാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണല്ലോ, അതല്ലേ? ഇനി മയ്യിത്ത് നിസ്കാരം നേർച്ചാക്കിയാലോ, മയ്യിത്ത് പരിപാലനം ആ പരിപാലിക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തുണ്ട്? എല്ലാം തത്തായ്യനല്ല, ഏക പറഞ്ഞ കിഫായാണ്. ആരുമില്ല, എല്ലാത്തിനും ഇബ്രാഹിം അലിക്ക് പറഞ്ഞ മാതിരി ഒന്നും അറിയാത്ത ആളാണ്. എന്താക്കും? ഈ അറിയുന്ന ആളെ മുത്തായിനാവും. അപ്പോൾ നേർച്ചയാകില്ല, അയാൾ എല്ലാം ചെയ്യേണ്ടത് തന്നെയല്ലേ? അല്ല ഫിഖ് പറയുമ്പം ബഷീർ ഉസ്താദ് നവസ്താദിലുണ്ട്. അപ്പോൾ എന്തുണ്ടെങ്കിൽ തെറ്റ് പിടിക്കുമെന്നുള്ള നിലക്കാണ് ഞാൻ പറയുന്നു. അപ്പോൾ അബ്ദുൽ മുത്തലിബ് നേർച്ചയാക്കിയല്ലോ എന്ന് പറഞ്ഞിട്ട് നമുക്കതെന്താവൂല, ഫിഖാവൂല എന്ന് പറയാം. മൂപ്പർ മനസ്സിലാക്കി എന്നാൽ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് അള്ളാഹ് കൽപ്പിച്ചില്ലേ, അതവധി മഹത്തായ സംഗതി ആയിരിക്കുമല്ലോ എന്ന് മൂപ്പർ മനസ്സിലാക്കിയിട്ടാണ് ആ പ്രവർത്തനത്തിലേക്ക് നീങ്ങിയത്. അതുകൊണ്ട് അബ്ദുൽ മുത്തലിബിനെ കുറ്റപ്പെടുത്താനല്ല, കുറ്റപ്പെടുത്തുന്നുമില്ല. അതെ, ശത്രുക്കളെ വന്നിട്ട് പീക്കാശ് പിടിച്ചു വെച്ച്, പിന്നെ മൂപ്പർ താടി പിടിച്ച് വലിച്ച് നിങ്ങൾ ബുഡൂലെന്നെല്ലാം പറഞ്ഞ് അങ്ങനെ കുഴപ്പാക്കിയിട്ടില്ലേ? ഈ തുന്നാത്ത പേരുണ്ട് എല്ലാം ഇങ്ങനെ സ്പെസിറ്റ് കുറച്ച് മതിങ്ങി വരും. ഏത് കുടുംബത്തായ അവൻ്റെ സമ്മതം പോണോ? നിങ്ങൾ ആക്കിത്താപ്പാന്ന് പറഞ്ഞാലാക്കാം, അല്ലെങ്കിൽ നമ്മ അവരവർ ചെയ്തോളണം. നവാസ് ഉസ്താൻ സ്വക്കോട് പറയാം, ഞാൻ 10 സലാത്തി അല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചൊല്ലിക്കൊള്ളണം. ഇനിയെന്താ പറയുമ്പോൾ അങ്ങനെ അബ്ദുല്ലാഹിയാണ് എന്താക്കി അറക്കപ്പെടാനുള്ള നെറുക്ക് വന്നത്. അത് പിന്നെന്താക്കി ഫിദായിൻ്റെ മോൾ ഒത്തുതീർപ്പാക്കി. എങ്ങനെ? ആദ്യം 10 ഒട്ടകം അബ്ദുള്ള, വീണ്ടും 10 ഒട്ടകം അബ്ദുള്ള, അങ്ങനെ എത്രയാണോ വരുന്നത് 100 ഒട്ടകം വെച്ചപ്പോഴാണ് എന്താക്കി 100 ഒട്ടകം വന്നത്. അതെ, 3 ഒട്ടകം ഒറ്റ കൊണ്ട് തൃപ്തിയാക്കിയിട്ടില്ല. അതാണ് നമ്മുടെ വിഷയം വന്നത്. ഇനി പറയാൻ പോകുന്നത് വളരെ ചുരുക്കുന്നു. വലമ്മൻ സറഫ അബ്ദുല്ലാഹി മഅ അബീഹി മിൻ നഹരിൽ ലിബിലി, ഒട്ടകത്തിനെല്ലാം അറുത്ത് ഇനി ഉപ്പാൻ്റെ കൂടെ മടങ്ങി വരുന്നു.
അപ്പം അബ്ദുല്ലാഹിൻ്റെ മുഖത്ത് വല്ലാത്ത പ്രകൃതിപരമായ സൗന്ദര്യത്തിന് പുറമെ മാനവീയ സൗന്ദര്യം വേറെ ഉണ്ട്. ആരാന്ന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവ തങ്ങളെ നൂറാനിതെന്താ? സറാത്തുൻ സറാ നൂറുൻ നബുവത്തി ഈ അസാരീരി ഉററിഹിമുൽ ബഹിയ എന്നാണ് പറഞ്ഞത്. 20 ഉപ്പാപ്പന്മാരെ പേരെണ്ണീറ്റ് പറഞ്ഞു, സറാത്തുൻ ഒരു വലിയ നേതാക്കന്മാരാണ്. സറാ നൂറുൻ നബുവത്തി ഈ അസാരീർ അസറിൻ നെറ്റിൻ്റെ ഈ മടക്കുണ്ടല്ലോ ചൊളിവ്, ഉററിഹിമുൽ ബഹിയ വകൈഫല വസയ്യിദുൽ അക്റമു സല്ലല്ലാഹു അലൈഹി വസല്ലം വാസിതത്തുൽ മുൻതഖാ. ആ 20 ഉപ്പാപ്പന്മാരുടെ ചങ്ങലയിൽ നടുക്കുള്ള ലോക്കറ്റ് ചെയ്തെന്ന് പറയുന്നത് ലോക്കറ്റിൻ്റെ സ്ഥാനത്താണ്. അതാ പ്രധാനപ്പെട്ട സാധനം. അപ്പം എല്ലാവരും ആ നൂറാനിയത്ത് കാണും. അതെന്താക്കും? മറ്റൊരാളേക്ക് പിരിഞ്ഞു പോകുമ്പോൾ ആദ്യത്തെ ആളിൽ കുറയും. ചില പ്രത്യേക സാഹചര്യത്തിൽ വരുമ്പോൾ അതിലും കാണും. ഇത് ക്യാബം വിളിക്കാൻ വേണ്ടി അബ്രഹത്വാളും വന്നു അബ്ദുൽ മുത്തലിബിനോട് സംസാരിച്ചപ്പോൾ അബ്ദുൽ മുത്തലിബിലെ എന്ന് പുറപ്പെക്കാനുള്ള സിനിമയാണ്. അബ്രഹത്ത് എന്താക്കി? ബോധം കെട്ട് വീണ് മോക്കിൽ നിന്ന് അരിയുമ്പോൾ അതെല്ലാം വന്ന് അവസ്മാരളെ മാതിരി പടവടെ പടക്കാൻ തുടങ്ങി പേടിച്ചിട്ട്. അതുണ്ടായത്. അപ്പോൾ മടങ്ങി വരുമ്പോൾ ബനി അസദ്ബിൻ അബ്ദുൽ ഉസ്സ. ആരാ കുടുംബം? ഖദീജ ബീബിൻ്റെ കുടുംബമാണത്. അങ്ങനെ ഖദീജ ബീബി ബലിപ്പാപ്പ ഏതാന്ന്? അബ്ദുൽ ഉസ്സ. കുസയിലേക്ക് മുട്ടു. കുസൈൻ്റെ ഒരു മോനാണ് ആര്? അബ്ദുൽ ഉസ്സ. അബ്ദുൽ ഉസ്സാൻ്റെ മകനാണ് അസദ്. അസദിൻ്റെ അങ്ങോട്ട് നിന്നിട്ടാണ് ആര്? ഖദീജ ബീബി. ഹുവൈലിദിൻ്റെ മകളാണ് ആര്? ഖദീജ ബീബി. അപ്പം ഈ അസദാരായി? ഖദീജ ബീബിൻ്റെ വലിപ്പാപ്പയും ഉപ്പാൻ്റെപ്പല്ലേ. ആ കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണുങ്ങളെ അടുക്കളയിൽ കൂടെ നടന്നുപോയിട്ട് വഹിയ ഇന്ദൽ കഅബ. ആ പെണ്ണുങ്ങൾ കഅബത്തിൻ്റെ അടുത്തുണ്ട്. ഫഖാലത്ത് ലഹു ഹീന നളറത് ഇലാ വജ്ഹിഹി. അബ്ദുല്ലാഹിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞു, വഫീഹി നൂറുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി. നൂറും അതിലിങ്ങനെ തെളിഞ്ഞു കാണുകയാണ്. അതോടൊപ്പം വക്കാന അബ്ദുല്ലാഹി അഹ്സന റജുലൻ റുയ ഫീ ഖുറൈശ്. ഖുറൈശികളിൽ കാണപ്പെടുന്ന വ്യക്തികളുടെ കൂട്ടത്തിൽ ഏറ്റവും അഹ്സനായ സുന്ദരനുമാണ് ഇത് അബ്ദുള്ള. അപ്പോൾ രണ്ടെണ്ണം ഹിസ്സിയും മാനവീയമായ സൗന്ദര്യം ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ആ പെണ്ണുങ്ങൾ പറഞ്ഞെന്താന്ന്? ഇതൊക്കെ മിസിലുള്ളിവിലുള്ളത് നെഹത്ത് അങ്ക ഹെറത്ത് അങ്ക. നിങ്ങൾക്ക് പകരമായി പിതാവായിട്ട് 100 ഒട്ടക കറുത്തില്ലേ? 100 ഒട്ടക ഞാൻ നിങ്ങൾക്ക് തരാം. എന്നാൽ എന്താക്കണം? ഭാര്യയെ സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ മൂപ്പർ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? ജാഹിലിയ കാലത്തൊന്നുണ്ട് സ്വയംവരങ്ങൾ ഉണ്ടാകുക, അല്ലെങ്കിൽ ഈജാമും കബൂലും നിക്കാഹെന്നും പാട്ട് ഇഷ്ടപ്പെട്ട കൂട്ടിയിട്ട് പോകാമെന്നാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉപ്പമാരും നടന്ന എല്ലാ നിക്കാഹും എന്താണ്? ശറഈൻ്റെ വിധിക്കനുസരിച്ചേ ഉണ്ടായിട്ടുള്ളൂ. അബ്ദുൽ മുത്തലിബ് 6 കെട്ടിയെന്ന് പറയും. ഒന്നിച്ചാറ് കെട്ടിയതല്ല, വിവിധങ്ങളായിട്ട് 6 കെട്ടിക്കൂടെ? 4 ഒന്നിച്ചിട്ട് 5ാമത്തെ പറ്റൂല എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇത് പഴയ കാലത്ത് ശരീഅത്തിൽ ഇവിടെ ശരീഅത്തായിട്ട് വരാൻ പോകുന്നത് അവിടുന്ന് ശരീഅത്തായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ജാഹിലിയ കാലത്ത് പോലും അബ്ദുല്ലാഹിയുടെ അച്ചടക്കവും അതും ആരെ ചതിയിലും കൊടുങ്ങാത്ത. അതാണ് അമ്മൽ ഹറാമു ഫൽമമാതു ദൂനഹു വൽഹില്ലു ലാ ഹില്ലു ഫസ്തയ ബൈനഹു യഹ്മിൽ കരീമു ഇർദഹു വദീനഹു ഫകൈഫ ബിൽ അംദില്ലദീ തബ്ഗീനഹു എന്നൊരു ബൈത്താ ചൊല്ലിയത്. അല്ലാഹു തആല വിരോധിച്ച രൂപത്തിലുള്ള ബന്ധങ്ങളാണോ നീ ആവശ്യപ്പെടുന്നെങ്കിൽ അതിനെന്നെ കാക്കണ്ട, അതിനേക്കാൾ നല്ലത് മരിക്കലാ നല്ലത്. ചുരുക്കത്തിനെ സാരം. അപ്പോൾ സിഫത്തു സഫയെ പറഞ്ഞു. ആ പാട്ടുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ജാഹിലിയ കാലത്ത് പോലും ഇത്ര മാത്രമുള്ളൊരു കുടുക്കിലോ ഹഫിളല്ലാഹു കറാമത്തൻ ലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആബാഹുൽ അംജാദ സൗനൻ ലിസ്മിഹി തറഖു സിഫാഹ. സിഫാഹ ഉണ്ടായിട്ടില്ല. അതിനിടയ്ക്ക് ഞാൻ കുറച്ച് ഇഖ്തിസാറാക്കിയാണ്, കാരണം അത് തന്നെയാണ്. എന്താ വറവ അബൂ നുഐം അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ലമ്മാ ഖറജ അബ്ദുൽ മുത്തലിബ് ബഅദ നഹ്റിൽ ഇബ്ലി ബിബ്നിഹി അബ്ദുല്ലാഹി യുസബ്ബിജഹു മർറ ബിഹി
അലാ കാഹിനത്തിൻ മിൻ തുബാല. അബ്ദുള്ളക്ക് നല്ല ഒരു ആലോചന വേണം. അതിനെ കൂട്ടിക്കൊണ്ട് പോകുന്ന അവസരത്തിൽ തുബാലയിൽപ്പെട്ട ഒരു കാഹിനത്തിനടുക്കൽ കൂടി നടന്നു. അത് ഇതല്ല, അത് പറഞ്ഞത് അത് ഖറാഅത്തിൽ കുത്തുബ, പഴയ കിതാബുകളൊക്കെ വായിച്ച ആളാന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ. യുക്കാലോ ലഹ ഫാത്തിമ ബിന്ത് മുർദിൽ ഖസമിയ എന്നാണ് പേര്. അപ്പം ഇത് മറ്റൊരു സംഭവം. വക്കാനത്തിമിൻ അജ്മലിൻ നിസായി വഅഫിഹിന്ന, അതാണെങ്കിലോ നല്ല ചാരിത്ര ശുദ്ധിയുള്ള നല്ല സുന്ദരിയായ പെണ്ണുങ്ങളുമാണ്. ഫറഅത്ത് നൂറൻ നബുവത്ത് ഫി വജ്ഹി അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നൂറുൻ നബുവത്ത് കണ്ടപ്പോൾ ഫഅറദ്തു നഫ്സഹ അലൈഹി, അവിടെ ഈ പറഞ്ഞ തന്നെ. പക്ഷെ എന്തെങ്കിലും എടുത്തു ചാട്ടാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഫലമ്മ അബ, അബ്ദുള്ള എന്താക്കി അത് വിലങ്ങി, പറ്റൂലെന്ന്. ഇന്നി റഅയ്തു മഖീലത്തൻ എന്ന് പറഞ്ഞു. وقد روي عن العباس رضي الله عنه أنه لما بنى عبد الله بعامنة رضي الله عنها رضي الله عنهما, അതുകൊണ്ട് അബ്ദുള്ളയും ആമിന രണ്ടാളുണ്ടല്ലോ. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആമിന ബീബിയോടൊപ്പം വീട്ടിൽ കൂടിയപ്പോൾ മറ്റുള്ള പെണ്ണുങ്ങന്മാരെണ്ണം കാത്തു നിന്നിട്ടുണ്ടാവും. എനിക്ക് കിട്ടും എന്ന് ആഗ്രഹിച്ചെന്നവരെല്ലാം ആകെ നിരാശരായി. 200 സ്ത്രീകളുണ്ടെന്ന് ബിനി മനി മഖ്സൂം ബനു അബ്ദു മനാഫിനയച്ച് മിഥിന, അവരെല്ലാം മരിച്ചു പോയിട്ടുണ്ട്. എന്തിനാണ്? അതാ വലം യതസവ്വജ്ന, വിവാഹം ചെയ്യപ്പെടാതെ കണ്ട് മരിച്ചുപോയി. കാരണം ആ സഫൻ അല മാ ഫാതഹുന്ന മിൻ അബ്ദില്ല, അബ്ദുല്ലാനെ പ്രതീക്ഷിച്ചിരുന്നു. ഞാനാന്ന ആള് എൻ്റെ അടുത്തേക്ക് അബ്ദുൽ മുത്തലിബ് കൂട്ടിയിട്ട് വരുമെന്നെല്ലാം മനസ്സിലാക്കിയത്. എല്ലാം നിരാശപ്പെട്ടപ്പോൾ എന്തായി? വിവാഹിതരാകുന്നതിന് മുമ്പ് തന്നെ ദുഃഖത്തിനാൽ മരിച്ചുപോയി 200 പെണ്ണുങ്ങന്മാർ. വഅന്നഹു ലം തബഖ ഇംറഅത്തുൻ ഫീ ഖുറൈശിൻ ഇല്ലാ മരിളത്ത് ലൈലത ദഖല അബ്ദുല്ലാഹി ബി ആമിന, അബ്ദുല്ലാഹിയും ആമിന ബീബിയും വിവാഹിതരായ ആ ദിവസത്തിൽ ഖുറൈശികളായ പല പെണ്ണുങ്ങന്മാർക്കും രോഗം ബാധിച്ചിട്ടുണ്ട്, മനോദുഃഖം ബാധിച്ചു. ഇനി അവിടെ തീർന്നു. അത് സമൂഹം ചുരുക്കം കിടന്നു. ഇനി പറയാൻ പോകുന്നത് ഇർഹാസാത്ത് എന്ന് പറഞ്ഞാൽ നബൂവത്ത് വരുന്നതിൻ്റെ മുമ്പായിട്ട് എന്താക്കും പല അത്ഭുതങ്ങൾ നടക്കുമല്ലോ. അതിലുള്ളൊരു സംഭവമാണ് ഇത്. കഅബ പൊളിക്കാൻ വേണ്ടിയിട്ട് അബ്രഹത്ത് വന്നു. ഇവിടെ എന്താക്കി മൂപ്പറ ചുരുക്കിയിട്ടൊക്കെ പറഞ്ഞിരിക്കുന്നു. കഅബത്തിൻ്റെ മഹിമയും അതിലേക്ക് ആളെ ആകർഷിക്കുന്നതെല്ലാം കണ്ടപ്പോൾ അഭിഷേകിലുള്ള വ്യക്തൻ എന്താക്കും അസൂയ തോന്നി. ഇതിനേക്കാണ് ഭംഗിയുള്ളൊരു കെട്ടിടം ഞാൻ അവിടെ ഉണ്ടാക്കിയിട്ട് എന്താക്കും അറബികളെ മുഴുവൻ ഹജ്ജ് അങ്ങോട്ടേക്ക് തിരിച്ചുവിടാമെന്ന് പാസ്സാക്കിയതാണ്. അതാണ് തുടക്കം. ആരെങ്കിലും പുറത്തേക്ക് കൃത്രിമമായി ഉണ്ടാക്കിയിലേക്ക് അങ്ങനെ പോകാത്ത ആൾ ആക്രമിക്കും. അപ്പം അത് വലിയ സംഘടനയായി. അപ്പം അതിൽപ്പെട്ട എന്താക്കി ചില ആൾ പോയിട്ട് അത് വൃത്തികേടാക്കുകയും ചെയ്ത്. അപ്പം കഅബത്തിനെ പൊളിക്കണം എന്ന് തീരുമാനിച്ചിട്ടാണ് ആരയക്കുന്നത്? ആനത്തിന് സംഘത്തിനെയും സൈന്യത്തിനെ അയച്ചത്. അതാണ് അസ്ഹാബുൽ ഫീൽ. അങ്ങനത്തെ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, അതാ സംഭവം പറയുന്നു. അല്ലത്തി വഖഅത്ത് ഖബല വുജൂദിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിസ്സത്തു അസ്ഹാബിൽ ഫീൽ, തങ്ങൾ ജനിക്കുന്നതിന് അല്പം മുമ്പാണ്. വമാ ഹസന ലഹും മിനൽ അദാബിൽ വബീൽ, കഠിനമായ അദാബ് അവർക്ക് കിട്ടിയില്ലേ, നല്ല ബോംബെല്ലാം കിട്ടിയത്. അതിന് നബാബിയിൽ വന്നിട്ട് 2 കാലിലും 1 കൊക്കിലും 3 ബോംബുണ്ടാവും. എന്നിട്ട് ആരെയാണോ അവരുടെ പേരിൽ തലക്ക് മുറാബിൽ ഇട്ടുകൊടുത്താൽ തുരച്ച് ദുബറിലേക്ക് തലയ്ക്ക് പോകും. ആരെയും വിട്ടില്ല, ഉരുകി തീരല. അത് എബി ബറക്കത്ത് ദുആഇ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ദുആൻ്റെ ഫലമാണ് അവിടെ കണ്ടത്. അപ്പോൾ അതേ പറയുന്നുള്ളൂ. അതായത് ഇഷ്ടം മുഴുവനും പറയൽ മുമ്പത് ലക്ഷ്യമല്ല, അബ്ദുൽ മുത്തലിബിൻ്റെ മഹത്വം പറയണം. വതഅലീഫൻ ലി ഖുറൈശിൻ, അതുപോലെ തംഹീദൻ ലി മൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിഅസതി, തങ്ങളുടെ വരവ്, തങ്ങളുടെ ജനനം, അതുപോലെ തന്നെ ഖുറൈശികൾക്കുണ്ടാകുന്ന പ്രത്യേകമായ ആനുകൂല്യം ഇതെല്ലാം കൊടുത്തല്ലോ, അതിൽപ്പെട്ടാണ്. അതാ അമറ അബ്റഹത്തു സായിസൽ ഫീലി, ആനയെ നയിക്കുന്ന പാപ്പാനുണ്ടല്ലോ, അയാളാണ് അബ്റഹത്ത്. അയ്യുഹല്ല ഖബലഹുൽ ആലമ ബൈന യദൈഹി, ഈ നാട്ടിലുള്ള വലിയൊരാളാക്കാക്കണോ, നമ്മളെ മുമ്പിലേക്ക് കൊണ്ടുവരണം. എന്തിനാ? ലി യുർഹിബ അബ്ദുൽ മുത്തലിബി ലമ്മ ഹദറ എന്താ അബ്ദുൽ മുത്തലിബിനെ പേടിപ്പിക്കാൻ വെച്ചിട്ട്. ലമ്മ ഹദറ അലി തലബി
ഇത്ലാഖി ഇബ്നിഹി ഇല്ലത്തി അഖദഹ ജുനൂദ് അബ്രഹ. അബ്ദുൽ മുത്തലിബിൻ്റെ ഒട്ടകങ്ങൾ എന്താക്കിയിട്ടുണ്ട്? ഇബ്രാഹിം പിടിച്ചു കെട്ടിയിട്ടുണ്ട്. അപ്പം അത് ചോദിക്കാൻ വേണ്ടി അബ്ദുൽ മുത്തലിബ് വരുമല്ലോ. അപ്പം വന്നാൽ മൂപ്പർ ഒന്ന് പേടിപ്പിച്ച് കളയാതെ. ഫലമ്മ നദറ ഫീലു ഇത് അബ്ദുൽ മുത്തലിബിനേക്ക് ആന നോക്കിയല്ലോ. ബാലിക്ക കമ എബ്രുക്കൽ സാധാരണ ഒട്ടകങ്ങൾ മുട്ടുകൊത്തിയിട്ടിങ്ങനെ വന്ദിക്കുന്നത് പോലെ ആന എന്താക്കി അബ്ദുൽ മുത്തലിബിനെ വന്ദിക്കാൻ തുടങ്ങി. വഖറ സാജിദൻ, അവിടെ സുജൂദായിട്ട് വീഴുകയും ചെയ്തു. വക്കാന അബ്റഹത്തു ഖബല ദാലിക അർസല റജുലൻ മിൻ ഖൗമിഹി ഇലാ അഹ്ലി മക്ക. പിന്നെ ആദ്യം അബ്റഹത്ത് കുറച്ച് ഒരാളെ അയച്ചിരുന്നു മക്കൻ്റെ അകത്തേക്ക്. എന്തിനെ? ലീദഖല റുഅബ ഫീ ഖുലൂബിഹിം, മക്കക്കാർക്ക് പേടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ വലിയ ആനയും കൂട്ടി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ജീവിതം ഇല്ലയെന്ന് പറയാനാണ്. ഫലമ്മ ദഖല മക്ക, അയാൾ മക്കയിലേക്ക് വന്ന് വറഅ അബ്ദുൽ മുത്തലിബിനെ കണ്ടപ്പോൾ മൂപ്പരം കണ്ട കുമ്പിട്ടുപോയി. വതലജലജ ലിസാനുഹു, പറയാൻ വെച്ച കാര്യമൊന്നും പറയാൻ കഴിയാണ്ട് ബറവറച്ചു പോയി. വഖറ മഗ്ശിയൻ അലൈഹി, ബോധരഹിതനായി വീഴുകയും ചെയ്തു. ഫക്കാന യഖൂറു കമാ യഖൂറു സൗർ ഇൻദ ദബ്ഹി, ഒരു കാളനെ അറുത്താൽ അങ്ങനെ ശബ്ദം. അതാ ഖാറ. നേരത്തെ ഖുബാർ പറഞ്ഞില്ല, ഖാറ യഖൂറു, ആ ശബ്ദം പഠിക്കും. ഫലമ്മ അഫാഖ, അങ്ങനെ അവസാനം അതിന് ബോധം തെളിഞ്ഞപ്പോൾ ഖറ സാജിദൻ ലി അബ്ദുൽ മുത്തലിബിൻ്റെ സുജൂദിലായിട്ട് വീണ് വഖാല അഷ്ഹദു അന്നക സയ്യിദു ഖുറൈശിൻ ഹഖ്ഖാ, നിങ്ങൾ ശരിയായ ഒരു നേതാവാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. വകാന ഹാദർ റസൂൽ ഖദ് ഖാല ലഹു അബ്റഹത്തു, ഈ ദൂതനുണ്ടല്ലോ വന്നാട്, അദ്ദേഹത്തിനോട് അബ്റഹത്ത് പറഞ്ഞതാ ഇസ്അൽ അൻ സയ്യിദി അഹ്ലിൽ ബലദി വശരീഫഹും, ആ നാട്ടിലുള്ള ഭരണകർത്താവ് ആരാണ്, അടുത്ത ഏറ്റവും വലിയ മൂപ്പനാണെന്ന് ആദ്യം അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണല്ലോ അബ്ദുൽ മുത്തലിബിനെ കിട്ടിയത്. സുമ്മ കുല്ലഹു, പിന്നെ അദ്ദേഹത്തിനോട് പറയണം ഇന്നൽ മലിക്കു യഖൂലു ലം ആതി ലിഹർബിക്കും, രാജാവ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ കൊല്ലാനോ പൊളിക്കാനോ യുദ്ധം ചെയ്യാനൊന്നും വണ്ടി വന്നതല്ല, ഞങ്ങൾക്ക് ഒറ്റ ഉദ്ദേശമുള്ളൂ, ഈ ബിൽഡിംഗ് ഒന്ന് പൊളിക്കും. അതിന് വേണ്ടുന്ന ഒരുക്കങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ലമ ഇന്നമാജിദുൽ ഹദിമ ഹാദൽ ബൈത്ത്, ഈ ബിൽഡിംഗ് പൊളിക്കണം, അതായത് കഅബ ശരീഫ് പൊളിക്കൽ മാത്രമേ ഉദ്ദേശമുള്ളൂ. ഫൈലം തൊഴിലോ ദൂനഹു, എന്താ ബിഹർബിൻ ഫലാ ഹാജത ബിദിമായിക്കും, നിങ്ങൾ അത് അവഗണിച്ച് അതിനെതിർക്കാണ്ട് നിൽക്കുന്നതിൽ നിങ്ങളെ ചോറ് ഏൽപ്പിക്കണമെന്ന് നമുക്ക് യാതൊരു താല്പര്യവുമില്ല. ഫഇൻ ഹുവ ലം യുരിദ് ഹർബൻ ഫഗ്തിനി ബിഹി, അങ്ങനെ യുദ്ധം ഉദ്ദേശമില്ല, പൊളിച്ചോട്ടെ എന്ന് സമ്മതം കൊടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ. അപ്പം പൊളിച്ചാൽ ഓരോ കാര്യമായല്ലോ. ഫദഖല ഫസഅല അൻ സയ്യിദി അഹ്ലിൽ ബലദി വശരീഫഹു ഫഖാലു ഇന്നഹു അബ്ദുൽ മുത്തലിബാണെന്ന് വിവരം കിട്ടി. ഫഖാല മാ അമറ ബിഹി, അബ്റഹത്ത് പറഞ്ഞത് ഉപ്പാപ്പാനോട് പറഞ്ഞു. ബഅദ നഫാഖ മിൻ, നേരത്തെ പറഞ്ഞല്ലോ ബോധം കെട്ടിട്ട് അവിടെ കിടന്നിരുന്നു, അത് തെളിഞ്ഞതിന് ശേഷമാണ്. ഫഖാല അബ്ദുൽ മുത്തലിബ് പറഞ്ഞു വല്ലാഹി മാ നുരീദു ഹർബഹു, യുദ്ധം നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ലല്ലോ, നമ്മൾ യുദ്ധം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല, അങ്ങനത്തെ ഒരു യുദ്ധം ഹറമാണ്. പിന്നെ അതിനിപ്പം ഇപ്പോൾ ഇബാറത്ത് വമാലന ബിദാലിക മിൻ താഖ, നമുക്കതിന് കഴിവുമില്ല, ചെറുനാടല്ലേ. ഹാദാ ബൈത്തുല്ലാഹിൽ ഹറാം, ഇത് അള്ളാഹുവിൻ്റെ ബൈത്തുല്ലാഹിൽ ഹറാമാണ്. വബൈത്തു ഖലീലിഹി ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ബൈത്തുമാണ്. ഫഇൻ യംനഉഹു ഫഹുവ ബൈത്തുഹു വഹറമുഹു, അങ്ങനെ അള്ളാഹു തആല അതിനെ കാക്കുമെങ്കിൽ അള്ളാഹു അതിനെ കാത്തോളും. വഇൻ യഖ്ലു ബൈനഹു വബൈനഹു ഫവല്ലാഹി മാ ഇൻദനാ ദഫ്ഉൻ, അഥവാ അള്ളാഹു തആല ഒഴിച്ചിടുന്ന് പൊളിച്ചോട്ടെ എന്നൊക്കെയാണെങ്കിലോ നിങ്ങളെ പ്രതിരോധിക്കാൻ നമ്മളെ കയ്യിൽ ഒന്നുമില്ല. സുമ്മ ദഹബ മഅഹു ഇലാ അബ്റഹ, അങ്ങനെ അബ്ദുൽ മുത്തലിബിനെ കൂട്ടിയിട്ട് അബ്റഹത്തിലേക്ക് പോയി. വസ്തഅദന ലഹു, അങ്ങനെ കയറിക്കോട്ടോ സമ്മതം ചോദിച്ചു. ഫഖാല അയ്യുഹൽ മലിക്കു ഹാദാ സയ്യിദ് ഖുറൈശ്, ഈ വന്നാട് സയ്യിദ് ഖുറൈശാണ്. യസ്തഅദിനു അലൈക, കയറാൻ വേണ്ടി സമ്മതം ചോദിച്ചിട്ടുണ്ട്. വഹുവ സാഹിബു ഇസ്സത്തി മക്ക, മക്കയുടെ എല്ലാ അഭിമാനത്തിൻ്റെയും സാഹിബാണ്. വയുത്ഇമുൻ നാസ ഫിസ്സഹ്ലി വൽ ജബൽ വൽ വുഹൂശ വത്തൈർ, കാട്ടുമൃഗങ്ങൾക്കും പക്ഷികൾക്കും പർവ്വതത്തിലാവട്ടെ പർവ്വതമില്ലാത്ത താണപ്രദേശത്തിൽ അവിടെയൊക്കെ ഭക്ഷണ വിതരണം ചെയ്യുന്ന വലിയ ധർമ്മിഷ്ഠനാണ്. അതിനല്ലോ അബ്റഹത്ത് സമ്മതം കൊടുത്തു. വക്കാന അബ്ദുൽ മുത്തലിബ് ഔസമന്നാസി വാജിമലഹും വാക്കലഹും, കാണാൻ വലിയ സുന്ദരനാണ് അബ്ദുൽ മുത്തലിബ്.
കണ്ടാൽ തന്നെ ആൾ നോക്കിപ്പോകുന്ന ഒരു പ്രകൃതിയുണ്ട്. ഫഅല്ലമ ഫി ഐനി അബ്രഹത്തിൻ്റെ കണ്ണിൽ മൂപ്പറെന്തായി വലിയ ആളായി. ഫഅജല്ലഹു വഅക്റമഹു അബ്ദുൽ മുത്തലിബ് വലിയ ആദരവ് കൊടുത്തു. വകരിഹൻ യജ്ലിസ തഹ്തഹു അപ്പം എന്താകും അബ്ദുൽ മുത്തലിബ് വെച്ച് തായിലിരുന്നാൽ ഇയാൾക്കൊരു നാണക്കേടുണ്ട്, ഇരിക്കാനൊട്ട് കഴിയുന്നില്ല, കുടുങ്ങിയില്ലേ. എന്താണ് ഇരുന്നാൽ വാൻ തറാഹുൽ ഹബശത്ത് യജ്ലിസു മഅല ശരീരി മൽക്കി രാജാവിൻ്റെ കട്ടിൽ വേറൊരാൾ ഇരിക്കുന്നെന്ന് പറയുമ്പോൾ ഒരു നാണക്കേടും ചേപ്പറയുണ്ടല്ല. ഏതായാലും ഫ നസല അൻ ശരീരിഹി ഫജലസ അലാ ബിസാത്തിഹി കട്ടുമെന്നിറങ്ങിയിട്ട് വിരിപ്പിലിരുന്ന് വാജലസഹു മഅല ജംബിഹി. അബ്ദുൽ മുത്തലിബിന് പിന്നെ കസേല എന്നെ പോകണോ നിർബന്ധമൊന്നുമില്ലല്ലോ. സുമ്മക്കാൽ തുർജമാനിഹി അപ്പം പരിഭാഷ ചെയ്യണ്ട്, ഭാഷ മാറിയുണ്ട്. കൊല്ലഹു മാ ഹാജത്തുക്ക എന്താ മൂപ്പർ വന്നതെന്ന് ചോദിക്കും. അപ്പം കാല ലഹു ഹാജത്തി അൻ യറുദ്ദൽ മലിക്കു അലയ്യ മിയത്തൈ ബഈരിൻ അസാബഹ എൻ്റെ 200 ഒട്ടകത്തിന് ഇവിടെ തടഞ്ഞു വെച്ചിട്ടുണ്ട്, അത് തിരിച്ചു തരണം എന്നാണ് എനിക്ക് പറയാനുള്ള ആവശ്യം. പക്കാലിന് തുർജമ കൊല്ലഹു അപ്പം തർജമാനോട് പറഞ്ഞ് അവരോട് പറയണോ കൊന്തു അഴിബത്തിന് ഹീന റായിത്തുക നിങ്ങളെ കണ്ടപ്പം വലിയൊരു യോഗ്യനായിട്ട് ഓടിയത്. 200 ഒട്ടകത്തിനെ ചോദിച്ചപ്പോൾ എന്തായി ഈനാന്നോ ഇതിലേക്ക് വന്നത്? ഇവിടെ വലിയൊരു ക്യാബ പൊളിക്കാൻ വേണ്ടി വന്ന നമ്മളാ, അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചില്ലല്ലോ. ഇതാ സുമ്മക്കത് റഹീത്വ ഫീക്ക പിന്നെന്തായി എനിക്ക് നിങ്ങളോട് ഒരു മതിപ്പ് കുറഞ്ഞ്. എന്താണത്? അത്തുക്കല്ലുവിനെ ഫീ മിഅത്തൈ ബഈരിൻ 200 ഒട്ടകം നീക്ക് വലിയ കാര്യം. വതതുറുകു ബൈതൻ ഹുവ ദീനുക വദീനു ആബായിക നിങ്ങളുടെയും നിങ്ങളുടെ പിതാക്കന്മാരുടെയും ദീനിൻ്റെ ഒരു വശമാണ് ഇത് കാബ, അത് പൊളിക്കുന്നതിൽ നീക്കൊരു പരാതി കളഞ്ഞില്ലല്ലോ. അത് ജയത്തിൽ ഹദമിഹി ഞാൻ വന്നത് പൊളിക്കാനാ, അതുകൊണ്ട് ലാ തുകല്ലിംനി ഫീഹി ഇനി അക്കാര്യത്തിലൊന്നും പറയേണ്ടെന്ന്. ഫഖാല അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അന്നി അന റബ്ബുൽ ലിബിലി ഒട്ടകത്തിൻ്റെ മുതലാളി ഞാനാണ്, കാബത്തിൻ്റെ ഉടമ ഞാനല്ല. ഉലിൽ ബൈത്ത് റബ്ബൻ യഹ്മീഹി എന്ന് പറയില്ലേ, ആന റബ്ബുൽ വൈന്നലിൽ ബൈത്ത് റബ്ബൻ സയംനഉഹു കാബത്തിൻ്റെ ഒരു റബ്ബുണ്ട്, അതിവിടെ തടുത്തുള്ളൂ. ഖാല മാ കാന യംതനിഉ മിന്നി ഖാല അൻത വദാക ഫറദ്ദ അലൈഹി ബിൽ റബ്ബൻ അങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ ഇയാൾക്ക് ആ സംഗതി മനസ്സിലായിട്ടില്ല. അങ്ങനെ എന്താക്കി ഫഖല്ലദഹ വഅശ്അറഹ വജല്ലലഹ വജഅലഹ ഹദിയൻ ലിൽ ബൈത്ത് അതിന് കഴുത്തിൽ അടയാളം കെട്ടി തൂക്കി. ആ 200 ഒട്ടകത്തിനെയും കഅബത്തിന് ഹദിയയാക്കി. വബസ്തഹ ഫിൽ ഹറമിൽ അതിനെന്താക്കി പരത്തി. വൻസറഫ ഇല ഖുറൈശികളെ കൊണ്ട് മടങ്ങിപ്പോയിട്ട് വഖബഹുൽ ഖബർ കഴിഞ്ഞ വാർത്തകളൊക്കെ പറഞ്ഞു കൊടുത്തു. സുമ്മ ജാഅ ബിഹിം ഇലൽ ബൈത്ത് എല്ലാവരും കഅബത്തിൻ്റെ അടുക്കലേക്ക് വരണം. വദഅ അല്ലാഹു സുബ്ഹാനഹു വതആല പിന്നെ അവിടെ വെച്ച് ദുആയിരുന്നു. സുമ്മ അമറഹും ബിൽ ഖുറൂജ് മിൻ മക്ക എന്നെന്താക്കണം മക്കയിൽ നിന്ന് എല്ലാവരും പുറപ്പെട്ടിട്ട് വതഹറസു ഫി റുഊസിൽ ജിബാലി വസ്സിആബ് മലകളുടെ ഓരോ പരിസരങ്ങളുണ്ടല്ലോ അവിടെ എല്ലാം പോയിട്ട് അവിടെ ഇരുന്നോ. തഖബുഫൻ അലിമി മഅറത്തിൽ ഹബശ ഹബശക്കാരെ ഇവിടെ വരുമല്ലോ. സുമ്മ അക്ബറൽ ഹബശത്തു ഹബശക്കാർ കയറി വന്ന് യുരീദൂന ദുഖൂലൽ ഹറം ഹറമിൽ കയറാൻ വേണ്ടി ഉദ്ദേശിച്ചപ്പോൾ ഫർസലല്ലാഹു അലൈഹി തൈറൻ നബാബിയെ അയച്ച് വഅഹ്ലകഹും അവരെ മുഴുവനും ഹലാക്കാക്കി. കമാ ഖസദാലിക ഫി കിതാബിഹി സുബ്ഹാനഹു വതആല അലം തറ കൈഫിൽ പറഞ്ഞില്ലേ. ഫകാന തിൽകൽ ഖിസ്സതു ഇർഹാസൻ ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന് മുമ്പുള്ള ഒരു അത്ഭുത കാര്യമായിരുന്നു എന്നും അത് അബ്ദുൽ മുത്തലിബിൻ്റെ ദുആ അവിടെ നന്നായിട്ട് ഫലിച്ചു. ഇനി ഈ സംഭവവും തങ്ങളുടെ ജന്മവും തമ്മിൽ എത്ര ഡേറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. വസ്സഹീഹു അന്ന ഖിസ്സത്തുൽ ഫീലി കാനത്ത് ഖബല മീലാദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പാണ് ഇത് ഈ സംഭവം. വക്കാനത്ത് ഫി ആമിൽ വിലാദ അതോടൊപ്പം തന്നെ ജനിച്ച കൊല്ലം തന്നെയായിരുന്നു. അല സഹീഹി അയ്ലൻ അവിടെയുണ്ട്. അതെ വജാഅ ഫീ ബഅദി റിവായാത്തി അന്ന നൂറൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തദാറ ഫീ വജ്ഹി അബ്ദുൽ മുത്തലിബ്. അപ്പോൾ നമുക്ക് നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട് അബ്ദുല്ലാഹിയിലേക്ക് നീങ്ങി എന്നല്ല പറഞ്ഞിട്ടുണ്ടാവില്ലേ. പക്ഷേ ആ നീങ്ങൽ എന്ന് വെച്ചാൽ ഇപ്പം ഈ സന്ദർഭം എന്താണ്, ആ നൂറ് പ്രകാശിക്കേണ്ട സമയമാണ് അബ്രഹത്തിൻ്റെ മുമ്പിൽ. അതാ പറയുന്നത് ഇസ്തദാറ ഫീ ലമ്മ അക്ബല അല അബ്രഹ മഅ അന്ന നൂറ കാന ഖദിൻ തഖല ഇലാ ബിൻഹി അബ്ദില്ലാ
അബ്ദുല്ലാഹിലേക്ക് നീങ്ങിയിരുന്നു. ബൽ ഇല ആമിനയിലേക്ക് നീങ്ങി ഉമ്മിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടെ ലിഅന്നഹ ഫീ ദാലിക്കൽ വഖ്തി കാനത് ഹാമിലൻ ബിഹി. ആ സംഭവം നടക്കുമ്പോൾ ആമിന ബീബി ഗർഭിണിയായിരുന്നു. അല സഹീഹായ ഖൗല് പ്രകാരം. അപ്പം നൂറ് ഇപ്പം പലരിലുമായി. അതിന് വാജാബൽ മുഹഖിഖൂന അൻ ദാലിക ബിഅന്ന നൂറ വഇൻ കാന ഖദിൻ തഖലാൻ അബ്ദുല്ലാഹ് മുത്തലിബ് ഫീ ദാലിക്കൽ വഖ്ത്. അബ്ദുൽ മുത്തലിബിൽ നീങ്ങിയിട്ട് അബ്ദുള്ളയിലേക്ക് പോയി, ആമിനയിലേക്ക് പോയി എന്നല്ല പറഞ്ഞത് ആട്. എന്നാലും ഇല്ലാ അന്നഹു കാന യസ്തദീറു ഫീ വജ്ഹിഹി മിസ്ല ദാലിക്കൻ നൂർ. അതേ മിസ്ലായ നൂറ് എന്ന് കാനത്ത് ഖബല ഇന്തിഖാലി നീങ്ങുന്നതിന് മുമ്പുള്ള നൂറുണ്ടല്ലോ, അത്ര തന്നെ വയക്കൂന ദാലിക എന്തെല്ലാം ഇഹ്തിയാജിയിലേഹി. ഈ അമർഹത്വമായി നേരിടുമ്പോൾ ആ നൂറാനിയത്തിലേക്ക് ആവശ്യമുണ്ട്. അതാണ് കമാഫി ഹാദിഹിൽ കിസ്സ. ഈ കിസ്സയിൽ കണ്ടതും മറ്റും ബോധം കെട്ട് വീണതും എന്ന് പറഞ്ഞത്. വദാലിക മിൻ ജുംലത്തിൽ ഇഹ്റാസാത്ത് അയ്ദൻ. അതും തങ്ങളുടെ മുഅ്ജിസാത്തിന്റെ ഭാഗമാണ്. വമിൻ ദാലിക റുയ ജദ്ദിഹി അബ്ദുൽ മുത്തലിബ്. അതുപോലെ തന്നെ അബ്ദുൽ മുത്തലിബ് കണ്ട സ്വപ്നങ്ങൾ. ആമിന ബീബിയും കണ്ടിട്ടല്ലേ സ്വപ്നം, എന്നിട്ടല്ലേ പേരിടണം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. وروى أبو نعيم من طريق أبي بكر بن عبد الله بن أبي الخيثم عن أبيه عن جده قال سمعت أبا طالب يحدث عن عبد المطلب. അബൂ താലിബ് അബ്ദുള്ളാൻ്റെ ഏട്ടൻ, അവർ ഉപ്പാപ്പാനെ തൊട്ട്, അതായത് അബ്ദുൽ മുത്തലിബിനെ തൊട്ട് പറയുന്നുണ്ട്. കാല ബൈനമാ അന നായിമൻ ഫിൽ ഹിജ്ർ. ഞാൻ കഅബ ഷരീഫിൻ്റെ ഹിജ്റിൽ ഉറങ്ങുകയായിരുന്നു. ഇത് അബ്ദുൽ മുത്തലിബ്. ഇത് റഅയ്തു റുയ, ഒരു സ്വപ്നം കണ്ട് ഹാലത്തിന് എനിക്കത് വലിയ ഒരു അത്ഭുതവും പേടിയും ഉണ്ടാക്കി. ഫസിഅതു മിൻഹാ ഫസഅൻ ശദീദ, എനിക്ക് വല്ലാതെ ഞെട്ടലുണ്ടാക്കി ആ സ്വപ്നം. ഫഅതൈതു കാഹിനത ഖുറൈശ്, അപ്പോൾ ഖുറൈശികളിലുള്ള ഒരു കാഹിനത്തിൻ്റെ അടുക്കിലേക്ക് പോയിട്ട് ഫഖുൽതു ലഹാ, പെണ്ണുങ്ങളോട് പറഞ്ഞ് ഇന്നി റഅയ്തു ലൈല, ഞാൻ രാത്രി ഒരു സനാബ് കണ്ടിട്ടുണ്ട്. കഅന്ന ശജറതൻ നബതത് മിൻ ലഹിരി, എൻ്റെ മുതുവിൽ നിന്ന് വലിയൊരു മരം മുളക്കുന്നുണ്ട്. കത് നാല റഅസുഹ സമാ, അതിനെ ഹെഡ് ആകാശത്തിലേക്ക് എത്തിയിരിക്കുന്നു. വദറബത ബി അഖ്സാനിഹൽ മശ്രിഖ് വൽ മഗ്രിബ്, അത് ചില്ലകളും കൊമ്പുകളൊക്കെ മശ്രിഖ് മഗ്രിബിനെ വികസിച്ചിരിക്കുന്നു. വമാ റഅയ്തു നൂറൻ അസ്ഹറ മിന്നാ, അതിനാക്കാണ പ്രകാശമുള്ള ഒരു നൂറ് ഞാൻ കണ്ടിട്ടില്ല. ആദമ മിൻ നൂരി ശംസ്, സൂര്യൻ്റെ പ്രഭയേക്കാളും ആദമാണ് സബീന മർവ മേഫൽ. വറഅയ്തുൽ അറബ വൽ അജമ ലഹാ സാജിദീൻ, അറബികളെയും ഞാൻ കാണുന്നു അജമികളെയും ഞാൻ കാണുന്നു അതിന് കീഴ്പ്പെടുന്നവരായിട്ട്. വഹിയ തസ്ദാദു കുല്ല സഅത്തിൻ ഇളമം വനൂറം വർത്തിഫാഅൻ, അതാ ഓരോ സമയം കഴിയുന്തോറും ആ മരം അങ്ങോട്ട് വലുതാകുന്നു, നൂറും പ്രകാശിക്കുന്നു, ഉയർച്ചയുണ്ടാകും. സഅത്തൻ തഖ്ഫ സഅത്തൻ തളർ, ചിലപ്പോൾ മങ്ങുന്നുണ്ട്, ചിലപ്പോൾ പ്രകാശിക്കുന്നുണ്ട്. വറഅയ്തു റഹ്തൻ മിൻ ഖുറൈശിൻ, ഖുറൈശികളിൽപ്പെട്ട ഒരു സംഘത്തിന് ഞാൻ കണ്ടു. കതഅല്ലഖു ബി അഗ്സാനിഹ, അതിൻ്റെ കൊമ്പ് പിടിക്കുന്നുണ്ട്. വഖൗമൻ മിൻ ഖുറൈശിൻ, ഖുറൈശിൽപ്പെട്ട ഒരു ഖൗമ യുരീദുന ഖത്അ, മരം മുറിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നോക്കടാ. ഫൈദാ ദനവ മിൻഹാ അഖദഹും ശാബുൻ, അവിടത്തേക്ക് മുറിക്കാൻ വേണ്ടി അടുക്കുമ്പോൾ ഒരു ഷാബ് അവരെ പിടികൂടുന്നു. ലംബറ ഖത്തു അഹ്സന മിൻഹു വജ്ഹൻ വല അത്യബ റീഹൻ, അതിനേക്കാൾ സുന്ദരനായ ഒരാളെ, അതുപോലെ അതുമാതിരി നല്ല പരിമളമടിക്കുന്ന വാസന. ഫക്സുർ അൽഹുറഹും, എന്നിട്ടോ അവരെ മുഴുവനും പൊട്ടിച്ചു. വയക്കലോ അയുനഹും, അവരെ കണ്ണ് ചൂണ്ടെടുത്തു. ഫറഫഅത യദി ലാ തതനാവലു മിൻഹാ നസീബൻ, അപ്പം എന്തായെന്നറിയോ, അതിൽ നിന്ന് അവർക്ക് മുറിക്കാൻ കഴിയാത്ത ചുറ്റുപാട് വന്നു. ഫലം അനൽ ഫഖുൽതു ലിമനിൻ നസീബു, അപ്പം ഞാനെന്താക്കി, ഞാൻ കൈ വരുത്തി. ഫറഫഅതു യദി ലിയതനാവല മിൻഹാ നസീബൻ, ആ അതിൽ നിന്നൊരു ഓരോഹരി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൈ നീട്ടിയപ്പോൾ ഫലം അനൽ, എനിക്ക് ലഭിച്ചില്ല. ഫഖുൽതു ലിമനിൻ നസീബു, പിന്നെ ഓഹരി ആയിരിക്കും, ഞാനിപ്പോൾ പേര്. ഫഖാല നസീബ് ഹൗലാഇ അല്ലദീന തഅല്ലഖൂ ബിഹാ, അതിന് ആദ്യം പിടികൂടിയവരുണ്ടല്ലോ അവർക്കാണ് ഇതിൻ്റെ നസീബ്. പിന്നെ വസബഖൂക, അവർ എന്താക്കി, നിങ്ങളൊക്കെ മുമ്പ് കഴിഞ്ഞു പോയി. ഫന്തബഹ്തു മദ്റൂറൻ, ഈ സ്വപ്നം കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, ഉണർന്ന്. ഫറഅയ്തു വജ്ഹൽ കാഹിന, ഇത് പറയുമ്പോൾ ഈ കാഹിനത്ത് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ആ പെണ്ണുങ്ങളുടെ മുഖം ഇങ്ങനെ കത്തഗയ്യറ, വ്യത്യാസപ്പെടുന്നു.
സുമ്മ കാലത്ത് ലഇൻ സദഖത് റുഇയാക നിങ്ങളുടെ സ്വപ്നം സത്യമാണെങ്കിൽ ലയഖ്റുജന്ന മിൻ സുൽബിക റജുലുൻ നിങ്ങളുടെ സുൽബിൽ നിന്ന് ഒരു റജുല് പുറപ്പെടും യംലികുൽ മശ്രിഖ വൽ മഗ്രിബ് മശ്രിഖിനെയും മഗ്രിബിനെയും അവർ കീഴ്പ്പെടുത്തും വതദീനു ലഹുന്നാസ് ജനങ്ങളെല്ലാവരും അവർ നേതാവാക്കി വെക്കുന്നതാണ്. ഫഖാല അബ്ദുൽ മുത്തലിബ് പറഞ്ഞു അബീ താലിബിനോട് പറഞ്ഞ് ലഅല്ലക അൻ തകൂനഹുൽ മൗലൂദ് നീയായിരിക്കുമോ ആ കുഞ്ഞ്. അബ്ദുൽ മുത്തലിബിൻ്റെ മോൻ തന്നെ ഇതു. ഫഖാല അബൂ താലിബ് യഹദിസു ബിഹാദിൽ ഹദീസ് അബൂ താലിബ് ഇത് പറയും ഇപ്പം എന്നോട് പറഞ്ഞ ആ പറയപ്പെട്ട കുഞ്ഞാരായിരിക്കും നീയായിരിക്കുമോ. വന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഖറജ ഐ മുഇസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രംഗത്ത് വന്ന് വയഖുൽ കാനത്തി ശജറത്തു വല്ലാഹി അബുൽ ഖാസിമിൽ അമീൻ ആ അബ്ദുൽ മുത്തലിബിൻ്റെ മുതുകിൽ മുളച്ചു എന്ന് പറയുന്ന നീണ്ട മരം ആറത്തൊട്ടി പാറത്താണ് നബിയുൽ അമീൻ അബുൽ ഖാസിം നബിയുൽ അമീൻ. ഫയുഖാലു ലഹു അല്ലാ തുഅ്മിനു ബിഹി അപ്പോൾ അബൂ താലിബിനോട് ചോദിച്ച് എന്നാൽ വിശ്വസിക്കൂലേ. ഫയഖൂലു അസ്സബ്ബത്തു വൽ ആറു അഖ്ശാ ഔ യംനഉനി നാട്ടുകാരെ വല്ലാതെ ആക്ഷേപം അതുകൊണ്ട് എനിക്കൊരു തടസ്സമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പരസ്യമായിട്ട് വിശ്വസിക്കാൻ തടസ്സം വന്നിട്ടുണ്ട്. വറവ അബു അലിൽ ഖൈറുവാനി ഫി കിതാബിൽ ബുസ്താൻ അന്ന അബ്ദുൽ മുത്തലിബ് റഅ ഫി മനാമിഹി അത് മറ്റൊരു സ്വപ്നം. അബ്ദുൽ മുത്തലിബോട് കഅന്ന സിൽസിലതൻ മിൻ ഫില്ലത്തിൻ ഖറജത മിൻ ദഹരിഹി ലഹാ തർഫുൻ ഫിസ് സമാഇ വ തർഫുൻ ഫിൽ അർദ് ഒരു ചങ്ങല വെള്ളിയുടെ ചങ്ങല പുറപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ഒരു തറഫ് അവിടെ ഉണ്ട് ആകാശത്തിലുണ്ട്, ഒരു തറഫ് ഭൂമിയിലുണ്ട്, ഒരു തറഫ് മശ്രിക്കിലുണ്ട്, ഒരു തറഫ് മഗ്രിബിലുണ്ട്. സുമ്മ ആദത്ത് കഅന്നഹാ ഷജറത്തുൻ പിന്നെ ആ സിൽസിലുണ്ടല്ലോ ചങ്ങല അത് ഒരു മരമായി മാറുന്നു. അലാ കുല്ലി വറഖത്തിൻ മിന്നാ നൂർ അതിൻ്റെ ഓരോ ഇലകളിലും പ്രകാശമുണ്ട്. വഇദാ അഹ്ലുൽ മശ്രിഖി വൽ മഗ്രിബി കഅന്നഹും യതഅല്ലഖൂന ബിഹാ അപ്പോൾ മശ്രിഖിൻ്റെയും മഗ്രിബിൻ്റെയും അതും ആളുകൾ മുഴുവനും അതുകൊണ്ട് പിടികൂടുന്നു. ഫഖസ്സഹ അപ്പോൾ അതിനെ വ്യാഖ്യാനിച്ച് ഫഅബ്റത് ബി മൗലൂദിൻ യകൂന മിൻ സുൽബിഹി ഈ പെൺകുടലിൽ പിന്നെയും പറയുന്നത് നിങ്ങളുടെ സുൽബിൽ നിന്ന് പുറപ്പെടുന്ന ഒരു കുട്ടിയായിരിക്കും അത്. വയത്ബഉഹു അഹ്ലുൽ മശ്രിഖി വൽ മഗ്രിബ് എല്ലാവരും അവരെ സ്തുതിക്കും. വയഹ്മദുഹു അഹ്ലുസ് സമാഇ വൽ അർദ് ആകാശഭൂമിയിലുള്ള അഹ്ലുകാർ മുഴുവനും അദ്ദേഹത്തിൻ്റെ മദ്ഹും ഹംദും പറയും. അപ്പോൾ രണ്ട് സ്വപ്നമായി. ഇതാണ് നേരത്തെ പറഞ്ഞ അബ്ദുൽ മുത്തലിബ് കണ്ട സ്വപ്നം എന്ന്. ഇത് ദലാലുൽ നുബുവത്തിലുമുണ്ട്. എത്രയും ഉണ്ടല്ലോ. വഖദ് സഹഫി ഹദീസ കസീറ ധാരാളം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖാൽ പറഞ്ഞു ലം അസൽ ഊംകലു മിൻ അസ്ലാബി താഹിരീൻ ഇലാ റഹാമി താഹിറാത്ത് താഹിരീങ്ങളായ അസ്ലാബിൽ കൂടി അതാരായിരിക്കും പിതാക്കന്മാർ അതിൽ ഞാനിങ്ങനെ നീക്കപ്പെടും ഇലാ റഹാമി താഹിറാത്ത് താഹിറാത്തുകളായ സ്ത്രീകളുടെ റഹമിലേക്ക് ഞാൻ നീക്കപ്പെടുന്നു. അതാണ് ഇത് മുസ്തഖർ വ മുസ്തൗദഉൻ എന്ന് പറഞ്ഞത്. അപ്പം പിതാക്കന്മാരും താഹിരീങ്ങൾ മാതാക്കളും താഹിറാത്തുകൾ. വഫീ റിവായത്തിൽ ലം യസലില്ലാഹു യൻഖുലുനി മിനൽ അസ്ലാബിൽ ഹസീബതി ഇലൽ അർഹാമി താഹിറ വഅലാ ഹാദാ ഹമല ബഅദുഹും ഖൗലഹു തആല അല്ലദീ യറാക ഹീന തഖൂം വതഖല്ലുബക ഫിസ് സാജിദീൻ എന്ന ആയത്തിൻ്റെ ചില പ്രകാരം വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അല്ലദീ യറാക ഹീന തഖൂം തങ്ങൾ നിൽക്കുന്ന അവസരത്തിൽ അല്ലാഹു തആല തങ്ങളെ കാണുന്നുണ്ട്. വതഖല്ലുക സാജിദീങ്ങളിൽ കൂടി നിങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നതും അല്ലാഹു തആല. അപ്പോൾ സാജിദീങ്ങളാരാന്ന് പിതാക്കന്മാരും മാതാക്കന്മാരും. വറവൽ ബുഖാരിയു ബുഇസ്തു മിൻ ഖൈരി ഖുറൂനി ബനി ആദം ബനു ആദമിൻ്റെ മനുഷ്യ സന്തതികളുടെ ഖുറൂനുകളിൽ നിന്ന് ഏറ്റവും ഖൈറായ കർണിലാണ് ഞാൻ അല്ലാഹു തആല അയച്ചത്. കർണൻ ഫകർണൻ ഹത്താ കുന്തു ഫിൽ ഖർനില്ലദീ കുന്തു ഫീ അങ്ങനെ ഞാൻ എന്താക്കി ഞാൻ ജീവിച്ച കർണിലേക്ക് എത്തി. അപ്പോൾ ഖൈറുൽ ഖുറൂനി ഖർനി എന്ന് പറയും. വഫി സീറത്തിൽ ഹലബിയ്യത്തി ഖാലൽ ഹാഫിദു സുയൂത്തി അല്ലദീ തലഖസ അന്ന അജ്ദാദഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ആദമ ഇലാ മുർറത്ത് ബിൻ കഅബിൻ മുസർറഹം ബിഈമാനിഹിം. കണ്ടോ തങ്ങളുടെ ഉപ്പാപ്പമാരുണ്ടല്ലോ ആദം അലൈഹിസ്സലാം മുതൽ മുർറത്ത് ബിൻ കഅബിലെത്തി. അപ്പോൾ എത്രാമത്തെ ഉപ്പാപ്പി? അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് ഹാഷിം അദ്മനാഫ് ഖുസൈ കിലാബ് മുർറത്ത് ഏഴാമത്തെ ഉപ്പാപ്പ. അങ്ങനെ ഇങ്ങോട്ടേക്ക് അവർ മുഴുവനും
മുഅ്മിനീങ്ങളായിരുന്നു എന്ന് വളരെ വ്യക്തമാക്കപ്പെട്ടവരാണ് ഐ ഫിൽ ഹദീസ് സഹീഹി വഖ്ബാലി സലഫ്, സലഫു സാലിഹീങ്ങളുടെ കൗലുകളിലും പിന്നെ സഹീഹായ ഹദീസുകളിലും. ഇനി മുർറത്തോ അവിടെ വരെയെന്നല്ല പറഞ്ഞ് വബഖിയ ബൈന മുർറത്തിൻ അബ്ദുൽ മുത്തലിബി അർബഅത്തു അജ്ദാദിൻ, മുർറത്തിൻ്റെയും അബ്ദുൽ മുത്തലിബിൻ്റെ ഇടയിൽ 4 ജദ്ദ് ലം അൽഫർ ഫീഹിം ബിനഖൻ, അവരെ പറ്റിയിട്ട് എനിക്ക് ഒരു ചരിത്രവും കിട്ടിയിട്ടില്ല. അങ്ങനെയല്ല യസോർണോ പറയില്ലേ 4 ആളെ. വഖദ് ദുക്കിറ ഫീ അബ്ദുൽ മുത്തലിബി സലാസത്തു അഖ്വാൽ, അബ്ദുൽ മുത്തലിബ് ഉപ്പാപ്പാനെ പറ്റി 3 കൗല്. അൽ അഷ്ബഹു അന്നഹു ലം തബ്ലുഗു ദഅവ, ദഅവത്ത് എത്തിയിട്ടില്ല, തങ്ങൾ മുമ്പായിട്ട് എന്തായി അബ്ദുൽ മുത്തലിബ് വഫാത്തായി പോയി. പക്ഷേ ഇസ്മായിൽ അലൈഹി സ്വലാമിൻ്റെ ഭാര്യമേ ഓർക്കുന്നുണ്ട്. വഖീല ഇന്നല്ലാഹ അഹ്യാഹു ലഹു ബഅദൽ ബിഅസതി ഹത്താ ആമന ബിഹി സുമ്മ മാത. പിന്നെ ഒരു കീലയും അല്ല അടുത്ത പരിമാറിന വസിന്നുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാന സിനി, തങ്ങൾക്ക് 8 വയസ്സ് പ്രായത്തിൽ ആരോ വഫാത്തായി, വഫാത്തായി. വഖീല അന്നഹു കാന അലാ മില്ലത്തി ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന മില്ലത്തിലായിരുന്നു. അപ്പോൾ തങ്ങളെ കൊണ്ട് വിശ്വസിക്കുവാനുള്ള അവസരം കിട്ടിയിട്ടില്ല. അതിലെതിരാണ് പറഞ്ഞത് അള്ളാഹു തആല എന്താക്കി, ബിഅസത്തിന് ശേഷം ഹയാത്താക്കിയിട്ട് തങ്ങളെ കൊണ്ട് വിശ്വസിച്ചു, വീണ്ടും വിശ്വസിച്ചു. ഖാല ബഅദുഹും വഖൗലുഹു, അത് ലം യഅബുദുൻ അസ്നാം, സനമിനെ ആരാധിച്ചിരുന്നില്ല. വഖീല ഇന്നല്ലാഹ, അതും വായിച്ചല്ലോ. വഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അസ്ലാബി താഹിരീൻ എന്നല്ലേ ഹദീസ് പറഞ്ഞത്. താഹിറാണെങ്കിൽ മിനിമം ആരായിരിക്കണം, മുസ്ലിം ആയിരിക്കണം, അല്ലെങ്കിൽ താഹിർ എന്ന് ഉസ്ബു പറയൂല. അതാ ഇലൽ അർഹാമി താഹിറാത്തി ദലീലുൻ അലാ അന്ന അബാഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മഹാത്തി ഇലാ ആദം വ ഹവ്വ, ആദം അലൈഹിസ്സലാമിലേക്കും ഹവ്വയിലേക്കും ലൈസ ഫീഹിം കാഫിറുൻ, ഒരൊറ്റ കാഫിറും അതിലില്ല. ലിഅന്നൽ കാഫിറ ലാ യൂസഫു ബിഅന്നഹു താഹിറുൻ, താഹിറാണെന്ന് ഉസ്ബു പറയാൻ പറ്റുകയും ചെയ്യില്ല. അതാ വഖദ് അശാറ ഇലാ ദാലിക സാഹിബുൽ ഹംസിയ്യ, അതൊന്നും ഇവിടെ ഇല്ല. ഐഷക്കാല വരാൻ പോകുന്നേ ഉള്ളൂ. സാഹിബുൽ ഹംസിയ്യ അബൂ സലിമാമ് ലം തസൽ ഫീ വമാഇരിൽ കൗനി തുഖ്താറു ലകൽ ഉമ്മഹാതു വൽ ആബാഉ സലവാതുൽ കരീമി ശബിറൻ വഹൗല അൽഫഅൽ റസൂലിൽ മുഅല്ല. അതാ മുസൽമാമിൻ്റെ ഹംസീനാമം വ്യാഖ്യാനം വിശാലമായ ചോദ്യമല്ലേ. ലം തസൽ ഫീഹി വമാഇരിൽ കൗനി തുഖ്താറു ലകൽ ഉമ്മഹാതു വൽ ആബാഉ, തുടക്കത്തിലുള്ളത് കൈഫ തറക റുഖിയ്യക്കൽ അംബിയാഉ ലാ സമാ അമ്മാ ഖാമലത്ഹാ സമാഉ എന്ന് തുടങ്ങിയിട്ട് ലം തസൽ, തങ്ങളായിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഓരോ തലമുറ ലം തസൽ എന്താണ്, ലം തസലിൻ്റെ ഖബർ വരണ്ടേ. തുഖ്താറു ലകൽ ഉമ്മഹാത്തു വൽ ആബാഉ, തങ്ങൾക്ക് പറ്റിയ ഉമ്മ ആര്, തങ്ങൾക്ക് പറ്റിയ ഉപ്പ ആര്, തങ്ങൾക്ക് പെട്ടെന്ന് മുസ്തഖറും മുസ്തഖറും പെട്ടേ അതാരായിരിക്കണമെന്ന് അല്ലാഹു തആല പ്രത്യേകം തിരഞ്ഞെടുക്കുകയാണ്. ഇതാണ് ലം തസലിൻ്റെ ഖബർ. എപ്പോഴും തങ്ങളോട് എത്തിയിട്ടില്ല. ഫീ ദമായിൽ കൗൻ, ഈ കൗനിൻ്റെ മറവിലാണ്. ഇതിൽ മുസ്തഖറിലോ മുസ്തഖദിലോ ഉണ്ടാകുമ്പോൾ ദമായിൽ കൗനിലാണ് ഉണ്ടായത് ഈ അവസരത്തിൽ. എന്നിട്ടോ എന്നെ പറഞ്ഞാന്ന് വബദാ ഫിൽ വുജൂദി മിൻക കരീമുൻ മിൻ കരീമിൻ അബഉഹു ഖുറമാഉ. വബദാ ഫിൽ വുജൂദി, ലോകത്തിലേക്ക് പ്രത്യക്ഷപ്പെട്ടു. മിൻക, തങ്ങളിലൂടെ. കരീമൻ, ഒരു കരീം ഇതാ ഞങ്ങൾക്ക് തോന്നിയിരിക്കുന്നു. മിൻ കരീമിൻ, ഒരു കരീമായ പിതാവിലൂടെ. ആരാണ്? അബ്ദുല്ലാഹി. അബഉഹു ഖുറമാഉ, അവരുടെ പിതാക്കന്മാരെല്ലാവരും കരീമീങ്ങളായിരുന്നു. നാളെ വെച്ചാലോ